ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം കൊടിക്കുന്നിൽ സുരേഷ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഓം ബിർള ഉടൻ നാമനിർദ്ദേശ പത്രിക നൽകും. ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന്. ബൽറാം, എൻഡിഎയുടെ ഭാഗത്തുനിന്ന് ഓം ബിർളയെ മത്സരിപ്പിക്കാൻ നീക്കം. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തുനിന്നൊരു സ്ഥാനാർത്ഥിയും കൂടി ഉണ്ടാകുന്നു. കൊടിക്കുന്നിൽ സുരേഷ് മത്സരിക്കുമെന്ന് അറിയുന്നു. അപ്പോൾ സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരു മത്സരം നടക്കും. പ്രതിപക്ഷത്തെ ഒരു സമവായത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്ന് തന്നെ വേണ്ടേ കരുതാൻ? ക്രിസ്റ്റീന, തീർച്ചയായും പ്രതിപക്ഷ ഭരണപക്ഷങ്ങൾ തമ്മിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ സമവായം ആയില്ല. ഇതിനായുള്ള ചർച്ചകൾ അവസാന നിമിഷം നടന്നിരുന്നു. ഇന്നലെ രാത്രി രാജ്നാഥ് സിംഗ് മല്ലികാർജുൻ ഖാർഗെയുമായി ഫോണിൽ സംസാരിക്കുകയും സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ പിന്തുണ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്തുണ നൽകാം എന്ന് അറിയിച്ചു. അതേസമയം ഒരു ഉപാധി ഇന്ത്യ സഖ്യത്തിന് വേണ്ടി മല്ലികാർജുൻ ഖാർഗെ മുന്നോട്ട് വച്ചിരുന്നു. അത് ഡെപ്യൂട്ടി സ്പീക്കർ പദവി തങ്ങൾക്ക് വേണം എന്നുള്ളതാണ്. ഇക്കാര്യം NDAയിൽ ആലോചിച്ച ശേഷം മറുപടി നൽകാമെന്ന് രാജ്നാഥ് സിംഗ് അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് തിരിച്ചു ബന്ധപ്പെട്ടില്ല എന്നാണ് രാഹുൽ ഗാന്ധി അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ അറിയിച്ചത്. ഈ ഒരു പശ്ചാത്തലത്തിൽ സമവായത്തിനായി ഇനി വേണ്ട എന്ന തീരുമാനം ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി എടുക്കുകയും തുടർന്ന് കൊടിക്കുന്നിൽ സുരേഷിനെ സ്പീക്കറായി മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അല്പസമയം മുമ്പ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ് സ്പീക്കർ സ്ഥാനത്തേക്ക്. ഓം ബിർളയുടെ പേര് ഇന്ന് രാവിലെയാണ് ഉയർന്നു വന്നത്. 3 പേരുകൾ BJP സജീവമായി അവസാന ഘട്ടം വരെ പരിഗണിച്ചിരുന്നു. എന്നാൽ അതിൽ ഓം ബിർളയെ തന്നെ ഇത്തവണയും സ്ഥാനാർത്ഥിയാക്കാൻ അല്ലെങ്കിൽ സ്പീക്കറാക്കാൻ BJP തീരുമാനിക്കുകയായിരുന്നു. ഇതിനായി TDP, JDU അടക്കമുള്ള പ്രധാന സഖ്യകക്ഷികളുമായി ധാരണയിൽ എത്തി. പ്രധാനമായും 2ാം മോദി സർക്കാരിന്റെ തുടർച്ചയാണ് 3ാം മോദി സർക്കാർ. നിലവിൽ BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും എന്ന് ചിത്രീകരിക്കുക എന്ന് തന്നെയാണ് സ്പീക്കറെ അടക്കം ഈ 18ാം ലോക്സഭയിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. പ്രധാന മന്ത്രിമാർ എല്ലാം തന്നെ നേരത്തെ വഹിച്ചിരുന്ന വകുപ്പുകൾ തന്നെയാണ് വഹിക്കുന്നത് ഈ 3ാം നരേന്ദ്രമോദി സർക്കാരിലും എന്നുള്ളത് ശ്രദ്ധേയമാണ്. സ്പീക്കറും തുടരാനുള്ള തീരുമാനത്തിലേക്ക് എത്തി. അദ്ദേഹം രാവിലെ സഭയിൽ എത്തി പ്രധാനമന്ത്രി അടക്കമുള്ള പ്രധാന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. ഇപ്പോൾ ഏതാനും നിമിഷം മുമ്പ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക ഓം ബിർള സമർപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത്തവണ സ്പീക്കർ പദവിയിലേക്ക് ഒരു മത്സരം ഉറപ്പായിരിക്കുന്നു. സാധാരണ സ്പീക്കർ പദവിയിലേക്ക് ഒരു മത്സരം ഉറപ്പാകുമ്പോൾ പ്രതിപക്ഷവും അതേപോലെ തന്നെ ഭരണപക്ഷവും നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശങ്ങളുമുണ്ടല്ലോ, അതെന്തൊക്കെയാണ്? ഇക്കാര്യത്തിൽ ക്രിസ്റ്റീന, പ്രതിപക്ഷം കഴിഞ്ഞ 2 തവണത്തെ പോലെ തങ്ങൾ മാറി നിൽക്കാനോ മടിച്ചു നിൽക്കാനോ തയ്യാറല്ല. ശക്തമായ ഒരു പ്രതിപക്ഷമായി ഉണ്ടാകും എന്ന കൃത്യമായ സന്ദേശമാണ് മുന്നോട്ട് നൽകുന്നത്. കഴിഞ്ഞ ദിവസം 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ ആദ്യ നിമിഷങ്ങളിൽ തന്നെ അക്കാര്യം ദൃശ്യമായിരുന്നു. അത് സ്പീക്കർ തെരഞ്ഞെടുപ്പിലേക്ക് പതിവില്ലാത്ത രീതിയിൽ ഒരു മത്സരത്തിന് പ്രതിപക്ഷം തയ്യാറാകുന്നു. നിലവിലെ സാഹചര്യത്തിൽ 60 സീറ്റുകളുടെ വ്യത്യാസം ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിലുണ്ട്. 233 സീറ്റുകളാണ് പ്രതിപക്ഷത്തിനുള്ളത്. 293 സീറ്റുകൾ NDAക്കുണ്ട്. ഇത്തരത്തിൽ ഒരു വ്യത്യാസമുണ്ടെങ്കിലും സ്പീക്കർ തെരഞ്ഞെടുപ്പിന് പ്രതീകാത്മകമായ ഒരു മത്സരം തന്നെ എന്ന് തന്നെയാണ് പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നത്. മറ്റേതെങ്കിലും തന്ത്രങ്ങൾ TDP തങ്ങൾക്ക് സ്പീക്കർ പദവി വേണം എന്ന വാശിയിൽ നിൽക്കുകയാണെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്നത് അടക്കമുള്ള തന്ത്രങ്ങൾ പരിഗണനയിലുണ്ടായിരുന്നു. BJP സമവായത്തിൽ എത്തിച്ചു സഖ്യകക്ഷികളെ. തുടർന്ന് ഓം ബിർളയുടെ പേര് ഉയർന്നു വന്നു. എന്നാൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി വേണം എന്ന ആവശ്യം പോലും അംഗീകരിക്കാൻ ഭരണപക്ഷം തയ്യാറല്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് എങ്കിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന തീരുമാനത്തിലേക്ക് പ്രതിപക്ഷം എത്തിയിരിക്കുന്നത്. അത്തരത്തിലാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ പേര് തന്നെ ഉയർന്നു വന്നത്. നിലവിൽ സഭയിലെ ഏറ്റവും മുതിർന്ന അംഗമാണ് കൊടിക്കുന്നിൽ സുരേഷ്. 8 തവണ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. സ്പീക്കർ പ്രോടേം സ്പീക്കർ പദവിയിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കാതിരുന്നത് വലിയ വിവാദമാവുകയും സഭ സമ്മേളിച്ച ആദ്യ നിമിഷങ്ങളിൽ തന്നെ പ്രോടേം സ്പീക്കർ ഭർതൃഹരി മെഹ്താബിനെതിരെ പ്രതിഷേധത്തിന് ഇടയാക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായി തന്നെ സ്പീക്കർ തെരഞ്ഞെടുപ്പിനെയും മാറ്റുകയാണ് പ്രതിപക്ഷം. സമവായം ഉണ്ടായിട്ടില്ല. പതിവില്ലാത്ത രീതിയിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരമുണ്ടാകുന്നു. സാധാരണ നിലയിൽ സ്പീക്കർ എന്നത് ഭരണ പ്രതിപക്ഷങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകേണ്ട പദവിയായതിനാൽ തന്നെ മത്സരം ഒഴിവാക്കി സമവായത്തിൽ മുന്നോട്ട് പോവുകയാണ് പതിവ്. സഭയുടെ കീഴ്വഴക്കമനുസരിച്ച് പ്രതിപക്ഷത്തിന് ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകുകയാണ് ഉണ്ടായിരുന്നത് നേരത്തെ. എന്നാൽ കഴിഞ്ഞ തവണ ആ പദവി ഒഴിച്ചിടുകയായിരുന്നു. ആർക്കും ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകിയില്ല. സ്പീക്കർ ചുമതല ഏറ്റ ശേഷമായിരിക്കും ഡെപ്യൂട്ടി സ്പീക്കറെ
തെരഞ്ഞെടുക്കാനുള്ള തീയതി നിശ്ചയിക്കുക. കഴിഞ്ഞ തവണ അത്തരത്തിലൊന്നും ഉണ്ടാവുകയില്ല. തുടർന്ന് ആ പദവി ഇരുന്നു. സ്പീക്കറുടെ അഭാവത്തിൽ സഭ നിയന്ത്രിക്കേണ്ടത് ഡെപ്യൂട്ടി സ്പീക്കറാണ്. പ്രധാനപ്പെട്ട പദവി തന്നെയാണ്. ആ പദവിയിൽ വിട്ടുവീഴ്ചയില്ല എന്ന കടുത്ത തീരുമാനത്തിലേക്ക് പ്രതിപക്ഷം ഉറച്ചു നിൽക്കുകയും തങ്ങളുടെ ശക്തി പ്രകടന വേദിയാക്കി സ്പീക്കർ തെരഞ്ഞെടുപ്പിനെ മാറ്റാൻ തീരുമാനിക്കുകയും ചെയ്തതോടുകൂടിയാണ് സ്പീക്കർ പദവിയിലേക്ക് ഇത്തവണ മത്സരം ഉണ്ടാകുന്നത്. കടുത്ത നീക്കങ്ങൾക്ക് തങ്ങൾ തയ്യാറാണെന്ന വ്യക്തമായ സന്ദേശം സഭയുടെ സമ്മേളനത്തിന്റെ ആദ്യ നിമിഷങ്ങൾ മുതൽ തന്നെ നൽകിയ പ്രതിപക്ഷം ഈ ഘട്ടത്തിലും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ആരാണ് ഭരണപക്ഷത്തിന്റെ സ്പീക്കർ എന്നുള്ളത് വ്യക്തമായ ശേഷം തന്ത്രങ്ങൾ പ്രഖ്യാപിക്കും എന്നായിരുന്നു പ്രതിപക്ഷം വ്യക്തമാക്കിയിരുന്നത്. ഓം ബിർളയുടെ പേര് ഉയർന്ന ഘട്ടത്തിൽ തന്നെയാണ്. ഒപ്പം തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകില്ല എന്നും വ്യക്തമായ ഒരു പശ്ചാത്തലത്തിൽ മത്സരിക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. കഴിഞ്ഞ 17ാം ലോക്സഭയിൽ പ്രതിപക്ഷ അംഗങ്ങൾക്കെതിരെ കടുത്ത നിലപാടെടുത്ത ഒരു സ്പീക്കർ എന്ന നിലയിലാണ് പ്രതിപക്ഷം ഓം ബിർളയെ വിമർശിക്കുന്നത്. ഈ അവസാന സമ്മേളനത്തിൽ ഉൾപ്പെടെ നിരവധി അംഗങ്ങൾക്കെതിരെ നടപടി ഉണ്ടായിരുന്നു സഭയിൽ ബഹളത്തിന്റെ പേരിൽ. അതേസമയം ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം BJP-യെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇപ്പോൾ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ശക്തനായ ഒരു സ്പീക്കർ ആ കസേരയിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അനുഭവ സമ്പത്തുള്ള ഓം ബിർള തന്നെയാണ് അതിന് BJP കണ്ടെത്തിയ പേര്. അത് തന്നെയാണ് അദ്ദേഹത്തിലേക്ക് അവസാനം ഓം ബിർളയെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ BJP തീരുമാനിച്ചതിന് പിന്നിലുള്ള ഒരു പ്രധാന കാരണങ്ങളിൽ ഒന്നും. എന്നാൽ ഇത് ജനാധിപത്യ രീതിയിലൂടെ എതിർ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് എതിർക്കുക എന്ന ഒരു തീരുമാനത്തിലേക്ക് പ്രതിപക്ഷം എത്തിയിരിക്കുന്നു. അങ്ങനെ മത്സരം ഉറപ്പായിരിക്കുകയാണ് സ്പീക്കർ പദവിയിലേക്ക്. നേരത്തെ ഒരിക്കലും സംഭവിക്കാത്ത രീതിയിൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ സ്പീക്കർ പദവിയിലേക്ക് മത്സരം ഉണ്ടാകുന്നു. ഓം ബിർളയ്ക്കെതിരെ കൊടിക്കുന്നിൽ സുരേഷ്, മുതിർന്ന അംഗമായ കൊടിക്കുന്നിൽ സുരേഷ് സ്ഥാനാർത്ഥിയാകും. ഓം ബിർള നാമനിർദ്ദേശം പത്രിക സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രതിപക്ഷത്തിന്റെ ഒരു സ്പീക്കർ സ്ഥാനാർത്ഥി ഉണ്ടാകുന്നു. സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം ഉണ്ടാകുന്നു. 18ാം ലോക്സഭയുടെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാകുമെന്നതിനെ കുറിച്ച് ചില സൂചനകൾ കൂടിയാണ് ഇത് നൽകുന്നത്. കാരണം കഴിഞ്ഞ ലോക്സഭയിൽ ഏകപക്ഷീയമായി നിരവധി അംഗങ്ങളെ കൂട്ട സസ്പെൻഷൻ നൽകുകയടക്കം ചെയ്തത് വലിയ വിമർശനത്തിനിടെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ തങ്ങൾ നിശബ്ദരാകില്ല, തങ്ങളുടെ ഭാഗത്തു നിന്നൊരു സ്പീക്കർ സ്ഥാനാർത്ഥി ഉണ്ടാകും. തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും ഏത് രീതിയിലായിരിക്കും പ്രതിപക്ഷത്തിന്റെ കരുനീക്കങ്ങൾ എന്നുള്ളതിന് ഒരു മുന്നോടി കൂടിയായി ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പിനെ കാണാം. വിവരങ്ങൾ നൽകുകയായിരുന്നു ബൽറാം നെടുങ്ങാടി, ഡൽഹിയിൽ നിന്ന്.